ഒരു പെങ്കൊച്ചെ ഒരു ഉസ്താദിനെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. വയറലാ, കൊച്ചടിപൊളിയാ. ഇതിന്റെ പ്രൊഫൈലൊക്കെ ഭയങ്കര രസമാണ്. ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നിങ്ങൾ ഈ പറയുന്നത് ലോകത്തിന്റെ കേരളത്തിന്റെ ഉത്സവമായിട്ടുള്ള ഓണം എന്നുള്ള സെലിബ്രേഷൻ നടക്കുമ്പോ നമ്മളെ പോലെയുള്ള മക്കൾ അതിൽ പങ്കെടുക്കരുത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും ദുഷപ്പ് നിറഞ്ഞ മനസ്സാണല്ലോ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്നാലോചിക്കുമ്പോ സങ്കടം വരുന്നുണ്ട് ഉസ്താദേ. എനിക്ക് നിങ്ങളൊരു പ്രായത്തിന് മൂത്തവരായത് കൊണ്ട് മാത്രം ഞാനിപ്പോ നിങ്ങളുടെ വാപ്പാക്ക് വിളിക്കുന്നില്ല. എന്താണ് ഇതൊക്കെ സത്യത്തില്? എന്നിട്ട് ഈ കൊച്ചിനെ ആരാണ്ടൊക്കെ കമന്റ് നല്ല രീതിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വന്നിട്ട് പെങ്കൊച്ച് വീണ്ടും പറഞ്ഞു, അവള് പറഞ്ഞു, ഞാനത് കേട്ടപ്പോൾ ശരി, എനിക്ക് അതിനകത്ത് താല്പര്യമില്ല, അതിനെപ്പറ്റി ഒരു കോമഡി വീഡിയോ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയാന്ന്. അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാൾ കാണിച്ച പോക്കൃത്തരത്തിന് അത്രയും വരത്തില്ലല്ലോ. ഇയാൾ എന്ത് മതവിദ്വേഷ പ്രചരണം? ഇത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതേ മതത്തിൽപ്പെട്ട ഒരാളത് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇങ്ങനെ തന്നെ പറയണം ഇതിനൊക്കെ. എല്ലാവരും ഈ ഇവന്മാര് കാരണമല്ലേ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കെല്ലാം നാണക്കേട് അല്ലേ? എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ വർഗീയതയുള്ളവരാണ്, അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഓണം ആഘോഷിക്കാത്തവരെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റത്തില്ല. കാരണം ഓണമൊക്കെ ഏറ്റവും കൂടുതൽ പൊളിച്ചത് മുസ്ലിംസ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പൊ കണ്ടില്ലേ പിള്ളേർ കോളേജുകളിലൊക്കെ പൊളിക്കുമ്പോ കിടന്ന് അവരത് ആഘോഷമായിട്ടേ കാണുന്നുള്ളൂ. അല്ല അതിനകത്ത് മതവും മറ്റേ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, പോടാവുകയെന്ന് പറയും ഇപ്പൊ പിള്ളേർ. അതൊക്കെ കണ്ടു അതൊക്കെ ആഘോഷിക്കാനുള്ള ഒരു അവസരം അവർ അവധി അങ്ങ് ആഘോഷിച്ചു, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഇത് വരുമ്പോൾ അവർ അതും ആഘോഷിക്കും. അല്ലാതെ അവരിത് നിർത്തിയിട്ട് പോയി ഇനി ഓണമേ ആഘോഷിക്കത്തുള്ളൂ എന്നൊന്നും ആരും പറയുന്നില്ല. മാത്രമല്ല ഈ പിള്ളേർ പറയുന്നൊക്കെ ഈ പുതിയ പിള്ളേർ നല്ലതാ. അവരെടുത്തോട്ട് ചെന്ന് ഈമാര് കുത്തിത്തിരിപ്പ് വൃത്തികെട്ട പരിപാടിയല്ലേ. എന്തിനാ ഈ വിദ്വേഷം ഉണ്ടാക്കുന്നത്? ആരെങ്കിലും ആഘോഷിക്കുന്നല്ലേ ഉള്ളൂ. ഇവനെന്താ നഷ്ടം? എന്ത് സാധനം പോകുന്നു? അവര് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ ഒരു ഓണം കഴിഞ്ഞിട്ട്, അല്ലാതെ ഒരു വീടും വിട്ട്. അപ്പൊ അങ്ങനെ വരാ എവിടെ പോയിട്ടുള്ളത്? എന്തോ ഉള്ളത് ആകപ്പാടെ ഉള്ളത് ലവ് ജിഹാദാ. അത് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ നിന്നാലും പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോയിട്ടൊന്നും കേൾക്കുന്നില്ല. റിവേഴ്സ് ജിഹാദ് നടക്കുമെന്ന് മേടിച്ചിട്ടാണോ? അപ്പൊ കൊച്ചു ഇതൊരു അടിപൊളി കൊച്ചാ കേട്ടോ. അതിന്റെ ഒത്തിരി വീഡിയോ ഉണ്ട്. ഞാൻ ഈ പ്രൊഫൈൽ തപ്പിച്ചെന്നപ്പോ കിട്ടി. എടോ ഇതിനകത്ത് ഈ പ്രൊഫൈൽ എനിക്കൊരാൾ അയച്ചു തന്ന ഈ വീഡിയോയെ. അത് കഴിഞ്ഞപ്പോൾ തന്നെത്താൻ എന്നെ ഈ ഇൻസ്റ്റയിൽ ആ പ്രൊഫൈൽ കാണിച്ചു തന്നു. ഇത് ഇയാളുടെ വീഡിയോ നിങ്ങൾ കണ്ടതെന്നും പറഞ്ഞു. മനസ്സിലായോ? വാട്സപ്പിൽ നമ്മളൊരു വീഡിയോ അയച്ചു കൊടുത്താൽ അതേ ആൾക്കാർക്ക് അല്ലേ, എന്തെങ്കിലും ആരുടെയെങ്കിലും നമ്പറിലോട്ടൊക്കെ. അപ്പോൾ ഉടനെ അവർക്ക് ഇത് എന്ത് ആരെന്നൊക്കെ ചോദിച്ചിട്ടിരുന്നിട്ട് അയ്യോ അറിയാൻ പറ്റിയാണേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തറിയോ? ഇൻസ്റ്റ എൻ്റെ പ്രൊഫൈൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു രീതി വീഡിയോ ആണല്ലോ ഇപ്പോൾ വന്നത്. ഇവൻ ആരാ? ഐറ്റം നമ്പർ പ്രചരണമായിരിക്കും. ഒരു ദിവസം 5 പേർക്കൊക്കെ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ പരിചയമില്ലാത്ത. അങ്ങനെ ഒരു മാസം എത്ര പേരായി? പരസ്യം ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ഇൻസ്റ്റയിൽ. പക്ഷെ പ്രൊഫൈൽ വേണം. ഇതേ വീഡിയോ ഇൻസ്റ്റയിലും കാണണം. എന്നിട്ട് അത് ഇങ്ങനെ ചെതറിക്കണമായിരുന്നു. അപ്പൊ തന്നെ താനെ റീച്ച് ആവും. പുതിയ ഐഡിയ വേണം, ചെയ്തോ. പുതിയ ആൾക്കാർക്ക് പറ്റും, എനിക്ക് വേണ്ട, ഞാൻ പഴയ ആളാ. അങ്ങനെ ആ കൊച്ചിനെ ഞാൻ കണ്ടിടൂ. അതിന് എവിടെയോ ഉണ്ട്. ഞാനിപ്പോൾ തട്ടുമ്പോൾ വരുമോ അത് മിക്കവാറും എവിടെ നിന്ന് ചാടി കയറി. എന്നാലും എന്താവശ്യമല്ല, പിള്ളേർ ഊക്കി തുടങ്ങി. നിനക്കൊക്കെ ഈ വിവരമില്ലായ്മയെന്ന് പറഞ്ഞത് മനസ്സിലാവത്തൊന്നുമില്ല. ഈ ഊളകൾക്ക് മനസ്സിലാവത്തില്ലൂ. ഈ ഒരു പ്രായം കഴിഞ്ഞ ഉസ്താദെന്നും പറഞ്ഞ് മദ്രസ അധ്യാപകരെന്നും മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞ് നടക്കത്തില്ലേ? ഇവന്മാർക്ക് ആകെ അറിയാവുന്ന ഈ പൊട്ടത്തരം മാത്രമേ ഉള്ളൂ. ഈ ഊളത്തരം, ഇങ്ങനത്തെ വിദ്വേഷം ഉണ്ടാക്കുക, ആൾക്കാർ തമ്മിൽ നല്ലിരിക്കുന്ന വർത്താനം പറയുക. ഇതൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിൽ കഴിഞ്ഞു. അത് അവർ മനസ്സിലായിട്ടില്ല. ഇവർ ഈ പറയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ ന്യൂ ജനറേഷൻ എവിടെയാണ് സമയം കളയുന്നത്, അവരെന്തൊക്കെയാണ് അറിഞ്ഞേക്കുന്നത്, അവർ എന്തുവഴിയൊക്കെ ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്, ഇവിടെ എന്തെല്ലാം കാണുന്നുണ്ടെന്ന് ഇവർക്ക് അറിയത്തില്ല. കാരണം ഇൻസ്റ്റയും ഈ ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യം കാണും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ ഇരിക്കുന്നവൻ പൊട്ടൻ ഇത്ര നാളും പറ്റിച്ചുകൊണ്ടിരുന്ന ഈ മണ്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് തോട്ടിക്കളയാൻ തോന്നും. കാരണം അവൻ്റെ അറിവെന്ന് പറയുന്നത് ഈ പിള്ളേരുടെ കാൽഭാഗം അറിവ് പോലും കാണത്തില്ല. അവന് ആകെ അറിയാവുന്നത് ഈ പൊട്ടത്തരം പറയാനായിരിക്കും. ആകെ ഖുറാനും പഠിച്ചിട്ടുണ്ടാവും, കുറെ ആയത്ത് കൂയത്തെന്ന് പറഞ്ഞാൽ അറബിയൊക്കെ കിടന്ന് കടകണ പറയുന്നതല്ലാതെ വേറെ ഒരു അറിവുമില്ല. അത്ര വിവരക്കെട്ടവനുമായിരിക്കും ഇവൻ. കാരണം ഇവൻ ഈ അന്ധവിശ്വാസി ആയതുകൊണ്ട് ഇവൻ പറയുന്നത് മൊത്തം വിവരക്കേടായി പോകും. കാരണം എന്തോ പറഞ്ഞാലും വിറകിട്ട് ചുട്ട് കത്തിക്കുക, പെൺപിള്ളേർ അങ്ങനെ നടക്കാൻ പാടില്ല, ഇങ്ങനെ നടക്കാൻ പാടില്ല, ഇതൊക്കെയല്ലേ അറിയത്തുള്ളൂ. ഇവന്മാരുടെ പ്രസംഗം എന്തോ പിന്നെ
സ്വർഗത്തിൽ അതുണ്ട്, സ്വർഗത്തിൽ മറ്റേ ഇനോവ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമോ ഇപ്പോഴും. അവിടെ ചെന്നാൽ കുഴിമന്തി കിട്ടും. അതിനെന്താ പിള്ളേരവിടെ കുഴിമന്തിയൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടെന്നേ, സ്വർഗത്തിൽ വരെ പോകണ്ട. ഏതോ ദാരിദ്ര്യം പിടിച്ച കാലത്ത് ആൾക്കാരെ കൊതിപ്പിച്ച് സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി പറ്റിച്ച ആൾക്കാരാ കോപ്പെ. കൊതിയും പേടിയും ഇത് രണ്ടുവാ. എന്നിട്ട് എന്താ ചെയ്യുന്നേ? ഈ പ്രസംഗിച്ച് വരുന്നവൻ ഈ പാവപ്പെട്ടവൻ വീണ്ടും പൈസ അടിച്ചോണ്ട് പോകും കൊതിപ്പിച്ചിട്ട്. പിള്ളേരെ എല്ലാം കൊണ്ട് മദ്രസയിലിട്ട് പീഡിപ്പിക്കും. ഇതൊക്കെയാ പരിപാടി. മണ്ടത്തരം കഴപ്പ് അത് തന്നെ. ഇത് രണ്ടേ ഉള്ളൂ. എത്ര എണ്ണത്തിനെ പീഡിപ്പിച്ച മദ്രസാധ്യാപകരുടെ പീഡനമൊന്നും വന്ന ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടുക സ്ഥിരമായിട്ട്. എല്ലാ ആഴ്ചയിലും 2 എണ്ണം വെച്ചിട്ടുണ്ടാകുന്നു. ഇപ്പൊ അവന്മാരെല്ലാം അകത്തായതുകൊണ്ട് കുറഞ്ഞേക്കുവാ. ഇപ്പം ഒരു 3 മാസത്തിൽ പറഞ്ഞേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും പൊക്കി. മനസ്സിലായോ? ഒരു മദ്രസ അധ്യാപകൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഒരു മദ്രസ സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു അധ്യാപകനായിട്ട് വരുന്ന ഒരാൾ എങ്ങനെ ഇങ്ങനെ ഒരാളായി പോകുന്നു? അവിടെ ദൈവത്തിന് ഒരു ശ്രദ്ധയില്ലേ? അവിടെ തന്നെ കഴിഞ്ഞില്ലേ പൊട്ടന്മാരുടെ ദൈവവിശ്വാസമൊക്കെ? തീർന്ന്. ദൈവവിശ്വാസം വേണ്ട. പിന്നെ ദൈവത്തിന് അവിടെ പോലും നോക്കാൻ കഴിയുന്നില്ലേ? കൊച്ചു പിള്ളേരെ പോലും പീഡിപ്പിക്കുന്നതിന് ഇങ്ങനെ. ബാലന്മാരെന്തിനാ? എനിക്കറിയത്തില്ല. ഓളൂ അങ്ങനൊന്നും എനിക്ക് വിശ്വസിക്കാം. അങ്ങനെ അതിനിടയിൽ അങ്ങനെ അയോധ്യയുടെ മരണം കൊലപാതകമാണെന്നൊക്കെ, അതൊന്നും വിഷയമല്ല ഇവിടെ. നമ്മുടെ ഇന്നത്തെ വിഷയം പിള്ളേരുടെ ഊക്ക്. എൻ്റെ ആളെയാ. എനിക്ക് നേരത്തെ പണ്ട് ജാസ്മിൻ മൂസ എന്നൊക്കെ പറഞ്ഞൊരു കൊച്ചു വന്നിറങ്ങി നല്ലപോലെ കൊടുത്തതാണ്. പിന്നെ ഒത്തിരി പെമ്പിള്ളേർ ഇസ്ലാം മതത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആണുങ്ങൾ അവരൊരു പ്രത്യേക ക്യാരക്ടറായിരിക്കും. സഹായ സഹകരണം ഒക്കെ ഉള്ള മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവരെ പോലല്ല. ഒരു കമ്മ്യൂണിറ്റിയിലെ പെണ്ണുങ്ങൾ വേറെ പോലെയാണ്. ഒരു കുറച്ചുകൂടെ ഫ്രീക്കാണോ എന്നൊരു സംശയം. മനസ്സിലായോ? കുറച്ച് ഫ്രീഡം ഒക്കെ അനുഭവിക്കുന്ന പോലെ. അല്ലാതെ ചുമ്മാ ഒരു മറ്റ് കമ്മ്യൂണിറ്റിയിലെ പെണ്ണുങ്ങളെക്കാളും വിൽ പവർ കൂടുതലാണ്. അവർക്ക് ഈ വിശ്വാസവും കുറവാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ പെണ്ണുങ്ങൾക്ക് ആണെങ്കിൽ ഒരേപോലത്തെ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ മുസ്ലിം പെണ്ണുങ്ങൾക്ക് അത്രയും വിശ്വാസം ആണുങ്ങളുടെ അത്രയും ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് ആണുങ്ങളുടെ മതമാണ്. ഇവരെ ഒത്തിരി എടുത്ത് മാറ്റി നിർത്തുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ശല്യം കുറവാണ്. കുറച്ചൊക്കെ പഠിച്ച് കുറച്ച് പരിപാടിയൊക്കെ നടന്നാൽ മതി. ആണുങ്ങളെ മണ്ടയ്ക്കോട്ടെ കയറ്റിയേക്കുന്ന മൊത്തം. ഇവന്മാരെ പോയിരിക്കുന്ന എല്ലാ പ്രസംഗം കേൾക്കാനും. അല്ല, പെണ്ണുങ്ങളെ കൊണ്ട് അധികം ഇരുത്താറില്ല. മനസ്സിലായോ? ഇവർ വീട്ടിലൊക്കെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഈ മതത്തിൻ്റെതായ പ്രശ്നം കുറവാണ്. പെണ്ണുങ്ങൾ പൊട്ടിത്തെറിക്കാനൊന്നും അധികം പോകത്തൊന്നുമില്ല. അല്ല, തല്ലുണ്ടാക്കാനും കൊല്ലാനൊന്നും പോകണ്ടല്ലോ. അവരത്രയും പഠിക്കണ്ടപ്പോൾ. ഇവന്മാർ ഇത്രയും പഠിക്കുന്നതുകൊണ്ടാണല്ലോ ഇതിന് ഇറങ്ങി പോകുന്നത്. മാത്രമല്ല, ഈ മതം ഒരുപാട് സ്ത്രീകളെ അടിച്ചമർത്തുകയും ഈ പറഞ്ഞ പോലത്തെ പരിപാടിയൊക്കെ കാണിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പൊതുവെ അറിയാതെ തന്നെ അതിനകത്ത് താല്പര്യം കുറവാണ്. അവരിതൊക്കെ കണ്ട് ചിരിക്കുക, എൻജോയ് ഒക്കെ ചെയ്യുക വീട്ടിൽ ഇരുന്നാണേലും. പണ്ടൊക്കെ ഇത് യൂട്യൂബ് ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടില്ലെന്നേ ഉള്ളൂ, സോഷ്യൽ മീഡിയ ഇല്ലാഞ്ഞുകൊണ്ടേ. പക്ഷെ പണ്ടും ഈ പറഞ്ഞ ഉസ്താദുമാരും ഇങ്ങനെ വന്ന് തട്ടിമുട്ടിയൊക്കെ ഇരുന്നതിനോടൊക്കെ വിരോധത്തോടു കൂടിയും ഇതുപോലെ കളിയാക്കിയും ഇഷ്ടം പോലെ സ്ത്രീകൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ കാണുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. എന്താ പണ്ട് പറയത്തില്ല എന്നോ? ഞാനൊക്കെ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ ശരിക്കും ചീത്ത വിളിക്കുന്നുണ്ട് ഈ അച്ഛന്മാരെയും സ്വാമിമാരെയൊക്കെ, എല്ലാത്തിനെയും. അപ്പോൾ പിന്നെ ഇവർ പറയാതിരുന്നെന്ന് ആരെങ്കിലും എന്താ പറയാതിരുന്നു തോന്നുന്നത് എങ്ങനെയാ? ഉറപ്പായിട്ട് ഇത് പണ്ടും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കേട്ടു തുടങ്ങിയത്. അങ്ങനെ എല്ലാവരും നാറി തുടങ്ങി. ഇനി അവന്മാർ ഒതുങ്ങിക്കോളും. ഇത് ഇനി കണ്ടോണം, കളം മാറ്റി പിടിക്കും. ഒരുത്തിന് ഇറങ്ങിയേക്കുന്നു ബാസിൽ നേട് പറഞ്ഞിരുന്ന ഇൻട്രാക്ട് ചെയ്യാൻ ഇറങ്ങിയേക്കുന്നു പുറത്തേക്ക്. പിള്ളേർ തൂക്കി ഓടിച്ച് കണ്ടം വഴിയൊക്കെ ഓടുക എന്ന് പറഞ്ഞാൽ എന്തോ ആടുക. ഏതോ കടത്തീരത്തെങ്ങാണ്ട് അല്ലെ ബീച്ചിലെങ്ങാണ്ട് പോയിട്ട് ഏതോ പെൺപിള്ളേരുടെ അടുത്ത് നിന്ന് അടി മേടിച്ച് എന്നുവെച്ചാൽ ഊക്കിക്കൊന്ന് പിള്ളേർ ഓടിച്ച്. നിങ്ങൾ എന്ത് പറയുന്നതൊക്കെയാണ് ചോദിക്കുന്നത്? അവർ വളരെ ലോജിക്കലായിട്ടല്ലേ കാര്യങ്ങൾ കാണത്തുള്ളൂ. അല്ലാതെ ഇവന്മാർ പറയുന്ന പോലെ സ്വർഗമുണ്ട്, വേറൊരിടത്ത് ദൈവം ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. ഇതെന്ത് ഈ പറയുന്നത്? നിങ്ങളെന്തിനാ ഇതൊക്കെ പറയുന്നതെന്നൊക്കെ അവർക്കെന്താ കുഴപ്പമുള്ള പോലെ ഫീൽ ചെയ്യുന്നത് ഇവന്മാരെ കാണുമ്പോൾ. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ, അത് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല ഇവർ. കാരണം ഇവന്മാർക്കറിയാവുന്നതല്ല അവർക്കറിയാവുന്നത്. ഇവന്മാർക്കറിയാവുന്ന ഈ അറിവെല്ലാം പിള്ളേർ തഴഞ്ഞ കേസാണ്. അപ്പോൾ ഇവർക്കൊരു അറിവുണ്ടെന്നുള്ളത് ഇവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ കുട്ടികൾക്കോ അല്ലാത്തവർക്കോ ഒന്നും ഇതൊരു അറിവല്ല.
ഇതൊരു മണ്ടത്തരമാണ്, 100% മണ്ടത്തരം, അത്രേ ഉള്ളൂ. അല്ലാതെ എന്ത് വിലയാണ് ഇവർക്കുള്ളത്?